ഈ സ്വാമി ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എന്റെ ഇളയ മോളിവിടെ ഉണ്ട്. മോള് അമ്മയാവാൻ തയ്യാറെടുക്ക. മോളെ കൂടി ഒന്ന് അനുഗ്രഹിക്കാമോ? അത് വേണ്ട. അമ്മയാകാൻ യോഗ്യതയില്ലാത്തവരെയും മൃഗത്തിന്റെ മനസ്സുള്ളവരെയും അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്കും തിരിച്ചടി കിട്ടും മോളെ. എന്നാ ശരി മോളെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരി ഓം ഹരി, ഹരി ഓം ഹരി, ഹരി ഓം ഹരി. അമ്മയുടെ മോളാണ് കരുണ. അതുകൊണ്ട് ഇയാളെപ്പോലെ തന്നെ അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ അവളുടെ പ്രവൃത്തികള് ദൈവത്തിന് നിരക്കാത്തല്ലേ അമ്മേ? ആ അമ്മേ, ആ അടുക്കളയിലിരിക്കുന്ന പായസം അമ്മ എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്ക്. വെച്ചേക്കാം മോളെ. എത്രയും പെട്ടെന്ന് അതെടുത്ത് വെക്കമ്മേ. അല്ലെങ്കിൽ ഇനി അവള് വരുമ്പോ അവളുടെ പായസം എടുത്തു എന്ന് പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കും. ഓ ശരി മോളെ. സ്വാമി ഇട്ട് തന്ന ഭസ്മല്ലേ, അത് നന്നായിട്ട് ചേരട്ടെ. കണ്ണേട്ടാ കുടിക്ക്. എനിക്ക് കുറച്ച് മതി. തണുത്ത സാധനമൊന്നും ഞാൻ സാധാരണ കഴിക്കാറില്ലല്ലോ. എങ്കിലും സ്വാമി ഭസ്മായിട്ട് തന്ന പായസമല്ലേ, കുടിക്ക് കുടിക്ക്. താനാ അമ്മയാകേണ്ടത്. അതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ പായസം കുടിക്കേണ്ടത് താനാ. അതെന്നോട് പറയണ്ട കണ്ണേട്ടാ. ഇതൊക്കെ ഒരു നിമിത്തായിട്ടാ ഞാൻ കരുതുന്നേ. നമ്മൾ പോലും അറിയാതെയാ ഇതുപോലുള്ള അവധൂതന്മാര് നമ്മുടെ അരികിലേക്ക് വരുന്നത്. അവരെന്തെങ്കിലും മുന്നിൽ കാണാതെ ഇതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ കുടിക്കും. കണ്ടിട്ട് കുറച്ചുകൂടെ കുടിച്ചേ. എനിക്ക് മതിയടോ. കുറച്ചുകൂടെ കുടിക്ക്. എനിക്ക് മതി. ഇത് മൊത്തം ഞാൻ കുടിക്കും. ഈ പായസം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടേ നാളെ മുതല് അത് പ്രവർത്തിച്ചു തുടങ്ങും. കുടിക്കടി, കുടിക്ക്. അവൻ കുറച്ചേ കുടിച്ചുള്ളൂ. പാൽപ്പായസ കൊതിച്ച് ആർത്തിയോടെ കുടിച്ചോണ്ടിരിക്കുക. കുടിക്കടി, കുടിക്കേ.